നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചാൽ മതി. അവർക്ക് ആവശ്യം വരുമ്പോൾ അവർ നിങ്ങളടുത്ത് വരും. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന നന്മ നിങ്ങളവർക്ക് ചെയ്യാം. നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് ചെയ്താൽ മതി. ഇത് ഓവറായിട്ട് ചെയ്തിട്ട് അവരെ അങ്ങോട്ട് ഈ ദൈവമാണ് ദൈവം എന്ന് വിശ്വസിപ്പിക്കാൻ നടക്കണം. ദൈവത്തിന് കഴിയൂലേ ദൈവമാണെന്ന് വിശ്വസിപ്പിക്കാൻ? എടോ, എന്നെക്കൊണ്ട് ദൈവമാണെന്ന് വിളിപ്പിച്ചില്ലേ? അപ്പോൾ ചില ആളുകൾ മനോജിന് ഇപ്പോൾ BJP ആണല്ലോ, അപ്പോൾ ജയ് ശ്രീറാം എന്ന് പറയാൻ പറ്റുമോ? എന്നോട് ചോദിച്ചാണ് ഒരാൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ, ഞാൻ 4-5 പ്രാവശ്യം എല്ലാ ദിവസവും അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നുണ്ട്. അള്ളാഹു അക്ബർ ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഇല്ലല്ലോ. പക്ഷേ ഞാൻ എൻ്റെ ഈ സംസാരങ്ങൾക്കകത്ത് ഈ ടെററിസ്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിയോ ഒക്കെ സംസാരിക്കുമ്പോൾ ഞാൻ അള്ളാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്. പക്ഷെ വിശ്വാസത്തോടെയാണോ ഞാൻ പറയുന്നത്? അല്ല. അപ്പോൾ എനിക്ക് ജയശ്രീറാം എന്ന് പറയാൻ എന്താ കുഴപ്പം? എനിക്ക് എന്ത് വേണമെങ്കിൽ പറയാം. രാമനെ ഒരു നല്ല രാജാവായി കണ്ടുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ജയശ്രീറാം എന്ന് പറയാം. ഈ ബജറംഗ് ദൾക്കാരെല്ലാവരും ഇടിച്ചു കയറി എല്ലാവരെയും ആക്രമിച്ച് എല്ലാവരെ കൊണ്ട് ജയ് ശ്രീറാം എന്ന് പറയിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ജയ് ശ്രീറാം എന്ന് പറയാം. പറഞ്ഞൂടെ? മര്യാദ പുരുഷോത്തമനാണ് രാമൻ, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് ജയ് ശ്രീറാം എന്ന് പറയാം. പറഞ്ഞൂടെ? എന്താണോ ഇതിന് ഇത്രയും വലിയ ഇഷ്യൂ ആക്കുന്നത്? എന്നോട് പറഞ്ഞ്, നിനക്ക് അള്ളാഹു അക്ബർ എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു ടെററിസ്റ്റിനെ കൊണ്ടുപോവാ, ഞാൻ അവൻ്റെ മുമ്പിൽ അള്ളാഹു അക്ബർ എന്ന് പറയാം. പക്ഷെ അവൻ ജയ് മെസ്സി എന്ന് പറയണം. അവൻ പറയോ? അവൻ ജയ് കാളിമ എന്ന് പറയണോ? അവൻ പറയോ? അവൻ ജയ് ശ്രീറാം എന്ന് പറയണം. അവർ പറയോ? എന്താ പറയാത്തത്? അതൊന്നും ശരിയല്ല. ഇത് ശരിയാ? മറ്റവനെ കൊണ്ട് അങ്ങ് പറയിപ്പിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ അവനെ കൊല്ലുക, ശരിയാത്? എവിടുത്തെ ശരിയാത്? അവനെ സ്നേഹിച്ച ആ ദൈവത്തിൻ്റെ വില കൂടെ കളയുന്ന പരിപാടിയാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മളെ ദൈവത്തെ തെളിയിക്കാൻ, ഇപ്പം ഞാൻ എത്രയോ വീഡിയോ ചെയ്യുന്നുണ്ട്, നമ്മുടെ കർത്താവാണ് ശരിയായ മാർഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഞാൻ എങ്ങനെയാണ് കണ്ടെത്തിയത്, സ്നേഹവാനായ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ നമ്മളെ ദൈവമാണ് ദൈവം എന്ന് നമുക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് അത് മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങ് സ്ഥാപിച്ചേ മതിയാവും എന്നുള്ള ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിൻ്റെ ആവശ്യമില്ല. യേശു ക്രിസ്തു അങ്ങനെ ചെയ്തോ? യേശു ക്രിസ്തുവിനെ അവൻ്റെ തന്നെ ആൾക്കാർ റിജക്റ്റ് ചെയ്തില്ലേ? അപ്പോൾ യേശു എന്താ ചെയ്തത്? അവരോട് ക്ഷമിക്കണമേ എന്നാ പ്രാർത്ഥിച്ചത്. അല്ലാതെ അവരെന്നെ സ്വീകരിച്ചില്ല, അതുകൊണ്ട് തീയിറക്കി ഫുള്ളായിട്ട് അങ്ങോട്ട് നശിപ്പിച്ച് കളഞ്ഞു. അതാണോ കർത്താവ് പറഞ്ഞ്? കർത്താവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞ്, നമുക്ക് തീ ഇറക്കിയിട്ട് ഇത് ഫുള്ള് ഈ പട്ടണത്തെ അങ്ങോട്ട് നശിപ്പിച്ചാളാം, അവർ നമ്മളെ സ്വീകരിക്കുന്നില്ല. ഏലിയാവ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കർത്താവ് അവരോട് ചോദിച്ചത്, നിങ്ങൾ ഏത് ആത്മാവിനെ അധീനരാകുന്നു? ഇവരെ രക്ഷിക്കാനാണ് ഞാൻ വന്നത്, അല്ലാതെ ഇവരെല്ലാം നശിപ്പിക്കാനാണ് വന്നത്. ഇവരെന്നെ വെറുത്താലും ശരി, ഞാൻ അവരെ രക്ഷിക്കണം. ഇപ്പോൾ നമുക്ക് ഒരു ചെറിയ കുട്ടീനൊരു സിനാറിയോ, ഒരു മുള്ള് തറച്ച ഒരവസ്ഥ, ആ മുള്ളെടുക്കാനായിട്ടൊരു ഡോക്ടർ അവരുടെ അടുക്ക് വളരെ ഇങ്ങനെ സ്നേഹത്തോടെ വന്നാൽ പോലും ആ ഡോക്ടർ ആ മുള്ളിൽ തൊട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തൊടണ്ട, അതിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ തന്നെ കുട്ടി ആ ഡോക്ടറെ കാണുന്നത് ഏത് രീതിയിലാണ്? ഒരു പിശാചിനെ മാതിരി, അല്ലെങ്കിൽ ഒരു ശത്രുവിനെ മാതിരിയാണ് കാണുന്നത്. കഥയാണ് കുട്ടി. പക്ഷെ കുട്ടിക്ക് അറിഞ്ഞൂടാ എന്ത്, ഈ മുള്ള് ആണ് എനിക്ക് വേദന തരുന്നത്, ഈ മുള്ളെടുക്കുന്ന ആളാണ് ഈ ഡോക്ടർ. കുട്ടി ഇങ്ങനെ കരയും, ശാഠ്യം പിടിക്കുകയും വാശി പിടിക്കുകയും അനുസരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ സമയങ്ങളിൽ, ഇന്നത്തെ കാലത്ത് നമുക്കിപ്പോൾ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് കുട്ടിയെ മയക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാം. പക്ഷേ അന്നെന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെയായിരിക്കും, വളരെയധികം കെയർഫുള്ളായിട്ട് സ്നേഹിച്ച് ആ കുട്ടിയെ ചേർത്ത് പിടിച്ചായിരിക്കും അത് എടുത്തുണ്ടാവാം. പക്ഷെ ആ എടുക്കുന്ന സമയത്ത് ആ സമയം മുഴുവൻ കുട്ടി ചിലപ്പോൾ ചീത്ത വിളിക്കായിരിക്കും ആ ഡോക്ടറെയും അവിടെ വീട്ടുകാരെയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര കരയായിരിക്കും. അതൊരു വില്ലനെ മാതിരിയായിരിക്കും കുട്ടി ആ വ്യക്തിയെ കാണുന്നത്. എന്നിരുന്നാലും, ഇവള് നമ്മളെ സ്വീകരിക്കുന്നില്ല, ഈ കുട്ടി നമ്മളെ ഒരു നല്ല വ്യക്തിയായിട്ട് കാണുന്നില്ല, നമുക്ക് തീ ഇറക്കി അവളെ അങ്ങ് കൊല്ലാം എന്ന് ഡോക്ടർ പറയും. അവിടെ എന്നാൽ ആ കുട്ടീനെ മുള്ളങ്ങോട്ട് എടുക്കണ്ട, ആ മുള്ളു നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കുട്ടി അങ്ങ് മുള്ളുകൊണ്ട് അങ്ങ് പുതയ്ക്കാം എന്ന് ഡോക്ടർ പറയും? ഇല്ലല്ലോ. അതെന്താ പറയാത്തത്? അതേമാതിരിയാണ് ദൈവം. നമ്മളെ ഡോക്ടർമാർക്ക്, ദോഷികളായ ഈ ലോകത്തിലെ മനുഷ്യർക്ക് മറ്റുള്ളവരെ ഇത്ര സ്നേഹിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ കർത്താവ് ഏത് രീതിയിലായിരിക്കും സ്നേഹിക്കുന്നത്? കർത്താവിനെ ക്രൂശിച്ചവരെ പോലും കർത്താവ് സ്നേഹിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്, അല്ലേ? അങ്ങനെയുള്ളൊരു ദൈവത്തെ സേവിക്കുന്നത് നമ്മൾ എത്ര അധികം സ്നേഹമുള്ളവരായിരിക്കണം.
അപ്പോൾ നമ്മളെ അവർ എതിർത്തു, നമ്മളെ അവർ ബഹുമാനിച്ചില്ല, നമുക്കൊരു ആദരവ് തന്നില്ല, നമ്മളെ കെട്ടിപ്പിടിച്ചില്ല, നമ്മളെ അവർ സ്നേഹിച്ചില്ല, നമ്മൾ പറഞ്ഞ വാക്ക് അവർ നിരസിച്ചു, നമ്മൾ പറഞ്ഞ അവർ സ്വീകരിച്ചില്ല. ഇങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ ഒരുപാടുണ്ടാകും. നിങ്ങൾ ഒരു ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരൊക്കെ തീയിറക്കി കൊല്ലാനാണ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുക. എന്നാലും അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്, അതല്ല നിങ്ങൾ പറയേണ്ടത്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ അവരോട് ക്ഷമിക്കുക, അവരെ സ്നേഹിക്കുക. അത് നമ്മുടെ കർത്താവ് ആഗ്രഹിച്ചതാണ്, നമ്മളെ കർത്താവ് ചെയ്തത് അതാ. അപ്പം നിങ്ങളുടെ മതത്തിന് എതിരാണ് എന്ന് തോന്നിയാൽ പോലും നിങ്ങൾ ആ വ്യക്തികളെ സ്നേഹിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞത്. സ്നേഹത്താൽ മറ്റുള്ളവരെ നേടാനാണ് കർത്താവ് പറഞ്ഞത്. ഫോഴ്സ് ചെയ്തിട്ടോ അവരെ പറ്റി കുറേ അപവാദങ്ങൾ, അവരുടെ ദൈവങ്ങളെ പറ്റി കുറേ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ടോ അവരെ നേടണം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു ക്രിക്കറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക, അത് സച്ചിൻ തെണ്ടുൽക്കറാണെന്ന് വിചാരിക്കുക. ആ സച്ചിൻ തെണ്ടുൽക്കറിനെ പറ്റി ഇല്ലാത്ത സകലമാന കഥകളും ഉണ്ടാക്കിയിട്ട് ഞാൻ ആ സച്ചിൻ തെണ്ടുൽക്കർ വളരെ മോശമായിട്ട് അങ്ങ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് പിന്നെ ഞാൻ പറയാണ് വസീം അക്രമാണ് നല്ല പ്ലെയർ. നിങ്ങൾ വസീം അക്രത്തെ സ്വീകരിക്കൂ. വസീം അക്രം ആയിരിക്കും ചിലപ്പോൾ നല്ല പ്ലെയർ, എന്നാലും നിങ്ങൾക്ക് സച്ചിൻ തെണ്ടുൽക്കറിനെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്തിട്ട് വേറൊരു വ്യക്തിയെ അവൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല, നിങ്ങൾ സ്വീകരിക്കില്ല. അതാണ് മനുഷ്യരുടെ പൊതുവേ ഉള്ള സൈക്കോളജി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ശ്രീരാമനുണ്ട്. ഇത്ര നല്ല മനുഷ്യനാണ്, ഇത്ര നല്ല ക്യാരക്ടറാണ് ശ്രീരാമൻ. ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ആ വ്യക്തിയെ ബഹുമാനിച്ചൂടെ? ബഹുമാനിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അവൻ്റെ അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട് അച്ഛനും അമ്മയ്ക്കും കൊടുത്ത ബഹുമാനം, ആ പദവി നിമിത്തം അവൻ്റെ യങ് ലൈഫിൻ്റെ 14 വർഷം ഒരു എല്ലാ പദവികളും ഉപേക്ഷിച്ചിട്ട്, നമ്മൾ ഈ സെർവൻറ്റ് ലീഡർഷിപ്പൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ശ്രദ്ധിച്ച് കേൾക്കണം. രാജാവാകേണ്ടവനാ, രാജാവാകാതെ ആ രാജപദവി വരെ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് പോയി എന്താണോ അവൻ്റെ അപ്പനും അമ്മയും ആഗ്രഹിച്ചത്, വനവാസം, അത് സ്വീകരിക്കാൻ തയ്യാറായി. വനവാസത്തിൽ അവൻ്റെ ഭാര്യയും പോയി. ആ ഭാര്യ നഷ്ടപ്പെട്ടു. ആ ഭാര്യയെ വീണ്ടും എടുക്കാനായിട്ട് നോക്കുമ്പോഴും ആ ഭാര്യയെ കൊണ്ടുപോയ ദുഷ്ടൻ, ആ ദുഷ്ടനായ രാവണനെ വരെ കൊല്ലണോ വേണ്ടയോ എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു മനുഷ്യൻ. നിങ്ങൾ ചോദിക്കുക, ആ ദുഷ്ടനെ കൊല്ലണമെന്ന് വേണ്ടയോ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊന്നിരുന്ന് പ്രാർത്ഥിക്കാം. ആ ഭാര്യയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടോ? നമ്മൾ നമ്മുടെ പെന്തോസുകാരെ ചെയ്യുമോ? അതാണ് മര്യാദ പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ, പുരുഷന്മാരിൽ ഉത്തമൻ. മര്യാദ എന്ന് പറയുന്ന ഏതൊരു കാര്യം ഉണ്ടെങ്കിൽ അത് ഡീസൻ്റ് ആയിട്ടുള്ള വഴിക്ക് ചെയ്യുന്നത്, ശരിയായ വഴിക്ക് ചെയ്യുന്നത്. ചില ആളുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പലപ്പോഴും അവരെന്താ സംസാരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കേൾക്കുകയാണ്, ഈ സുദർശനത്തെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേക്കും ചില ആളുകൾ ഇങ്ങനെ ഈ ഓരോന്നിങ്ങനെ പോസ്റ്റ് ഇടുകയാണ്, ബ്രഹ്മോസ് ഇറക്കി, ഇനി സുദർശനം ഇറക്കും. നമ്മളെ മോദിജി എന്ന് പറഞ്ഞാൽ ആ ഹൈന്ദവ കൾച്ചറിനെ ഇങ്ങോട്ട് വലുതാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടുത്തെ മുസ്ലിങ്ങളെയൊക്കെ അങ്ങ് വെറുക്കുകയാണ്, അവരെ അങ്ങ് താഴ്ത്താനായിട്ട് ശ്രമിക്കുകയാണ്, മുഗളന്മാരെയൊക്കെ അങ്ങ് മറപ്പിക്കാനായിട്ട് നോക്കുകയാണ്. അതൊന്നും അല്ല വാസ്തവത്തിൽ. സുദർശനം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ശരിയായ ദർശനം, ശരിയായ ദർശനത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങളെല്ലാവരെയും കൂടെ ഇങ്ങനെ നിങ്ങളെ തലയൊക്കെ വെട്ടി ഇങ്ങനെ വരുന്ന ഒരു സുദർശനമല്ല. ആ അഹങ്കാരത്തെയാണ് സുദർശനം എതിർക്കുന്നത്. ശരിയായ ദർശനത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ അഹങ്കാരം പോകും. അതാണ് സുദർശന ചക്രത്തിൻ്റെ കോൺസെപ്റ്റ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മനോജ് ജീസസിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ ഇല്ലേ? അതും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ രാമായണമാണെങ്കിലും ഭാഗവതമാണെങ്കിലും ഓരോ സേക്രഡ് ഗ്രന്ഥമാണെങ്കിലും നമ്മളത് കേൾക്കുമ്പോഴും അതിൻ്റെ അകത്തുള്ള മൂല്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ പഠിച്ചിട്ടാണ് ഒരു യാത്രയാണ് ആത്മീയ യാത്ര. അത് ചിന്മയ വിദ്യാലയയിൽ പഠിക്കുന്ന സമയം തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഇപ്പോൾ ചെന്ന് അവസാനിക്കുന്നത് ഒരു പക്ഷേ യേശുക്രിസ്തുവിലായിരിക്കും. യേശുക്രിസ്തുവാണ് വഴി, സത്യം, ജീവൻ എന്ന് മനസ്സിലാക്കി അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ വന്ന വഴികളിൽ എനിക്ക് ഗീതയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്ന ചില ടീച്ചേഴ്സ് ഉണ്ട്. എനിക്ക് ചില സ്റ്റോറീസ് പറഞ്ഞു തന്ന എൻ്റെ അച്ചമ്മയുണ്ട്, എൻ്റെ ഗുരുക്കന്മാർ, സ്വാമിമാർ, പല ആളുകളുണ്ട്. അവരൊക്കെ ഞാൻ ബഹുമാനിക്കുന്നു, അവരൊക്കെ ഞാൻ സ്നേഹിക്കുന്നു.
അവരോടൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ എനിക്ക് ഡിസഗ്രിമെൻ്റ് ഉണ്ടായെന്നിരിക്കും. പക്ഷേ അതൊക്കെ വളരെ താഴ്മയോടെ സ്നേഹത്തോടെ ഞാൻ സംസാരിക്കാറുള്ളൂ. അല്ലാതെ അവരെ എതിർത്തുകൊണ്ട് അവരെ എന്താ പറയുക, അവരെ മോശമാക്കി കാണിച്ചുകൊണ്ട് അവരെ കൊച്ചാക്കിക്കൊണ്ടുള്ള സംസാരങ്ങളൊന്നും ഞാൻ സംസാരിക്കാറില്ല. കാരണം എന്താണ്, അത് ഞങ്ങളുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മളൊരു ഡിബേറ്റിലാണെങ്കിൽ പോലും അവിടെയും നമ്മൾ പാലിക്കേണ്ട ചില രീതികളുണ്ട്. ഞാൻ ഈ പൊളിറ്റിക്കൽ ഡിബേറ്റ്സ് ഇടയ്ക്ക് കാണുന്നത്, പിന്നെ എനിക്ക് അതങ്ങോട്ട് താല്പര്യമില്ലാതായി. കാരണം അവർ തമ്മിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യം എന്താ പറയുക അതിൻ്റെ ഒരു തീർപ്പിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയോ മ്യൂച്വലായിട്ട് പഠിക്കാൻ ശ്രമിക്കുകയൊന്നുമല്ല. ഇത് വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ അങ്ങ് പറഞ്ഞ് അവർ തെറ്റാന്ന് ഇവർ പറയുന്നു, ഇവർ തെറ്റാന്ന് അവർ പറയുന്നു. ആൾക്കാർക്കാണെങ്കിൽ എവിടെ എത്താൻ സാധിക്കുന്നില്ല. അങ്ങനത്തെ ഡിബേറ്റിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് നമ്മൾ ഒരു ജ്ഞാനം വർദ്ധിക്കുന്ന രീതിയിലുള്ളൊരു ഡിബേറ്റ്. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു, ഏതെങ്കിലും ഒരു ഗ്രന്ഥം എടുക്കുക, നമ്മൾ ഇരുന്ന് സംസാരിക്കാം. എന്നോടൊരാൾ പറഞ്ഞു, നിങ്ങൾ ഗീത സംസാരിക്കാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു, സംസാരിക്കാൻ തയ്യാറാണ്, ഓൾവേസ്. ഞാനത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ചില കാര്യങ്ങൾ കാരണമാണ് ഞാൻ വിശ്വാസത്തിലായിരിക്കുന്നത് ജീസസിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗീതയെ അതിൻ്റെ മുഴുവൻ ഉപദേശത്തെ വെറുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആ മര്യാദ പുരുഷോത്തമനായ രാമൻ്റെ ജീവിതം എടുത്തിട്ട് ഞാൻ എൻ്റെ ഭാര്യയോട് ചില ദിവസങ്ങൾക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ, ഇപ്പോഴത്തെ കാര്യമൊന്നുമല്ല, ഒരു 10 വർഷമായി കാണും, അവരതിനെ മനസ്സിലാക്കുന്ന ഏത് രീതിയിലാണ്. ഏതൊക്കെയോ കമ്മ്യൂണിസ്റ്റുകാർ, ഏതൊക്കെയോ ഫെമിനിസ്റ്റുകാർ അവർക്ക് ഈ പറയുന്ന ബുക്ക് എങ്ങനെയാണ് വായിക്കേണ്ടത്, അതിൻ്റെ പശ്ചാത്തലത്തിൽ എന്നുപോലും അറിഞ്ഞുകൂടാ. അതിൻ്റെ ആ കോണ്ടെക്സ്റ്റിലാണത്, ആ സ്റ്റോറീൻ്റെ റെലവൻസ് ഒന്നും അറിയാതെ അവർ ഇപ്പോഴത്തെ കൾച്ചറൽ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് രാമനെ അങ്ങ് വെട്ടി നുറുക്കി ഇല്ലാതാക്കും. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ? രാമന് സീതയെക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് അവൻ്റെ മാതാപിതാക്കൾക്കാണ്. രാമൻ്റെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് രാമൻ സീതയെ ഉപേക്ഷിച്ചു. സീതയ്ക്ക് അതിൽ എന്തുമാത്രം വിഷമമുണ്ടായി കാണും. രാമൻ അതുകൊണ്ട് എങ്ങനെയാണ് മര്യാദ പുരുഷോത്തമനാകുന്നത്? ഇതൊക്കെ പറഞ്ഞ് പല ഡിബേറ്റുകളും ഞാൻ ഇതിൽ ടി വിയിലും കണ്ടിട്ടുണ്ട് പിന്നീട്. പക്ഷേ ഇതൊക്കെയാണ് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ചർച്ചയിൽ നടക്കുന്നത് എന്നത് എനിക്ക് ആ സമയത്താണ് മനസ്സിലായത്. കാരണം എൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ഒരു 12 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പോൾ അവരൊരു ഓൾമോസ്റ്റ് ഒരു നെക്സ്റ്റ് ജനറേഷൻ്റെ കൂടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള സംസാരങ്ങളിൽ അതൊക്കെയാണ് മെയിൻ പോയിൻറ്റ്സ്. അത് എന്ന് വെച്ചാൽ ഇതിനെയൊക്കെ നമ്മൾ ഫുള്ളായിട്ട് എടുത്ത് ഒഴിവാക്കണം. മഹാഭാരതം വേണ്ട, രാമായണം വേണ്ട, ഇതൊന്നും നമുക്ക് വേണ്ട. ഇതൊന്നും നമ്മളെ ഗ്രന്ഥങ്ങളെയല്ല. നമുക്ക് വേണ്ടത് കാൾ മാർക്സിൻ്റെ ബുക്കാണ് വേണ്ടത്. നമുക്ക് വേണ്ടത് ചെഗുവേരൻ്റെ കഥയാണ് വേണ്ടത്. ചെഗുവേരയ്ക്ക് ഇവിടെ എന്ത് റെലവൻസ് ആണോ ഉള്ളത്? ചെഗുവേരൻ്റെ പ്രശ്നങ്ങളാണോ ഇവിടുത്തെ പ്രശ്നങ്ങൾ? ഇതൊക്കെ കുറച്ചൊക്കെ വായിച്ച ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഓരോ സ്ഥലത്തും ഓരോ പ്രശ്നങ്ങളാണ്, അതിനനുസരിച്ചാണ് അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഇതിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ആ നെഗറ്റീവ് സൈഡ് അങ്ങ് വളരെയധികം ഇത് കാണിച്ചിട്ട് അവസാനം ഇതൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നാഥുറാം ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നു. അപ്പോൾ ഗാന്ധിജിയുടെ വിഷനാണോ ശരി, നാഥുറാം ഗോഡ്സേൻ്റെ വിഷനാണോ ശരി എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇതൊക്കെ കേട്ടു അവസാനം ഞാൻ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഗാന്ധിജി മരിക്കാൻ നേരത്തെ എന്താ പറഞ്ഞത്? ഹേ ചെഗുവേര എന്നാണോ പറഞ്ഞത്? ഹേ കാൾ മാർക്സ് എന്നാണോ പറഞ്ഞത്? ഹേ ജീസസ് എന്ന് പോലും അല്ല പറഞ്ഞത്, ഹേ റാം എന്നാ പറഞ്ഞത്. നീ ഇത്രയും പറഞ്ഞിട്ട് അവസാനം കൊണ്ടെത്തിച്ചത് നാഥുറാം ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നു. ആ ഗാന്ധിജി നല്ല മനുഷ്യനാണ്, നാഥുറാം ഗോഡ്സെ മോശം മനുഷ്യനാണ്. ഓക്കെ, ആ ഗാന്ധിജി മരിക്കാൻ നേരത്തെ എന്താ പറഞ്ഞത്? ഹേ റാം എന്നാണ് പറഞ്ഞത്. ആ രാമിൻ്റെ ഭൂമിയിൽ രാമൻ്റെ ഒരു ടെമ്പിൾ ആണ് നരേന്ദ്രമോദി കൊണ്ടുവന്നത്. അതിനാണ് നീ ഇപ്പോൾ ഇത്രയും രാമൻ്റെ ഹിസ്റ്ററി എനിക്ക് വിവരിച്ചു തന്നത്. രാമൻ എത്ര മോശപ്പെട്ട വ്യക്തിയായിരുന്നു. ഇങ്ങനെയുണ്ട്. ഞാനൊരൊറ്റ ചോദ്യം ചോദിച്ചപ്പോൾ പിന്നെ ഇങ്ങോട്ട് സംസാരമില്ല, കഴിഞ്ഞ്. ഇറ്റ്സ് എൻഡ് ഓഫ് ദ കോൺവെർസേഷൻ. പിന്നെ ഒന്നുമില്ല. എന്താ സംഗതി? ആ രാം എന്ന് പറയുന്ന ക്യാരക്ടർ ആ കാലഘട്ടത്തിൻ്റെ ക്യാരക്ടറാണ്. ആ രാം എന്ന് പറയുന്ന ക്യാരക്ടർ ആ പുസ്തകത്തിലെ ക്യാരക്ടറാണ്. ആ രാം എന്ന് പറയുന്ന ക്യാരക്ടർ ആ സ്റ്റോറിയിലെ ക്യാരക്ടറാണ്. അങ്ങനെ വേണം നമ്മൾ ആ വ്യക്തിയെ മനസ്സിലാക്കാൻ. ആ കാലഘട്ടം, ആ പുസ്തകം, ആ കഥ, ആ രീതിയിൽ ഇതെല്ലാം കൂടെ എടുത്തിട്ട് പിന്നെ നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് രാമൻ അങ്ങനെയുള്ള, ശ്രീരാമൻ അങ്ങനെയുള്ള തീരുമാനം എടുത്തത്. എന്തുകൊണ്ട് വനവാസത്തിലേക്ക് സ്വന്തം ഭാര്യയെ കൊണ്ടുപോയി? അവളുടെ അച്ഛനോട് ചോദിച്ചോ? ഇന്നത്തെ കാലത്താണെങ്കിൽ സീതയുടെ അച്ഛനോട് ചോദിക്കാതെ എന്തുകൊണ്ട് സീതയെ കൊണ്ടുപോയി?
അതൊക്കെയാണ് ഇപ്പോൾ കോടതിയിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ. സീതയുടെ ഇഷ്ടം നോക്കിയിട്ടാണോ നിങ്ങൾ മിഷണറി യാത്രയ്ക്ക് പോയത് നോർത്ത് ഇന്ത്യയിലേക്ക്? സീതയുടെ ഇഷ്ടം ചോദിച്ചോ? മിഷണറി ആകാൻ താല്പര്യമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനം എടുക്കല്ലേ? അതുകൊണ്ടാണ് എനിക്ക് ഡിവോഴ്സ് വേണ്ടത് ഇപ്പോൾ. അന്നത്തെ എന്ന് പറഞ്ഞാൽ